Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ വെൽക്കം ബാക്ക്. നമ്മൾ ബേസിക് ആയ ഒരു കോൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. കാണാപാഠം പഠിക്കാതെ എളുപ്പത്തിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഓം പെർ മീറ്റർ ക്യൂബ്. ഓപ്ഷൻ ബി ഓം പെർ മീറ്റർ. ഓപ്ഷൻ സി ഓം മീറ്റർ. ഓപ്ഷൻ ഡി ഓം മീറ്റർ ക്യൂബ്. ഇത് വെറുതെ ഗെസ് ചെയ്യുന്നതിന് പകരം എങ്ങനെ സിമ്പിൾ ആയിട്ട് ഡിറൈവ് ചെയ്ത് എടുക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും അതിന്റെ ഫോർമുലയിൽ നിന്നാണ് തുടങ്ങുക. സ്ക്രീനിലെ ആ സിലിണ്ട്രിക്കൽ വയർ നോക്കൂ. അതിന് ഒരു ലെന്ത് L ക്രോസ് സെക്ഷണൽ ഏരിയ Aയും ഉണ്ട്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ഇത് രണ്ടും ചേർക്കുമ്പോൾ നമുക്ക് ഫോർമുല കിട്ടും: R = ρ×L/A. ഇതിലെ ഗ്രീക്ക് ലെറ്റർ ആയ റോ ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഈ റോയെ നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്യാം. അതായത് റോ ഒരു സൈഡിൽ മാത്രം വരുന്ന രീതിയിൽ മാറ്റിയെഴുതണം. സ്റ്റെപ്പ് 1. ഏരിയ എയെയും ലെന്ത് L-നെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ റോ ഈക്വൽസ് R×A/L എന്ന് കിട്ടും. സ്റ്റെപ്പ് 2. ഇനി ഈ ഫോർമുലയിലേക്ക് ഓരോന്നിന്റെയും SI യൂണിറ്റുകൾ പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ റോയുടെ യൂണിറ്റ് ഈക്വൽസ് Ohm×m²/മീറ്റർ. ആ ഫ്രാക്ഷൻ നന്നായി ഒന്ന് നോക്കൂ. മേലെ മീറ്റർ സ്ക്വയറും താഴെ ഒരു മീറ്ററുമുണ്ട്. നമുക്ക് ഒരു മീറ്റർ വീതം ഈസി ആയി ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ യൂണിറ്റ് കിട്ടും. എക്സാക്ട്ലി ഓം മീറ്റർ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്കത് ലോക്ക് ചെയ്യാം. സൂപ്പർ. ഇതുപോലെ ഫോർമുലയിൽ നിന്നും യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എക്സാമിന് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്ക് ആണ്. കാണാപാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കീപ്പ് പ്രാക്ടീസിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്.